അപ്പൊ തുടങ്ങിയാലോ? എന്ത് വ്ളോഗിങ്? അത് വേണോ? നമുക്ക് നോക്കാം. നോക്കാല്ലേ? ബാ. പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ ഇങ്ങനെയൊക്കെ. ഹലോ, നമസ്കാരം, നമസ്തേ, വണക്കം. എല്ലാവർക്കും പിന്നെ വേറെന്തയിലേക്ക് സ്വാഗതം. പേര് പോലെ തന്നെ നമുക്കിവിടെ കുറച്ച് വിശേഷങ്ങളും നർമ്മ സംഭാഷണങ്ങളും ജീവിത സംഭവ വികാസങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം പങ്കുവയ്ക്കാം. ഞങ്ങളുടെ ഇപ്പോഴത്തെ നാട് ടൊറൻറ്റോ. ഇവിടുത്തെ സ്ഥലങ്ങൾ, ഞങ്ങളുടെ ജീവിതം, ജീവിത രീതികൾ, കൂട്ടുകാർ, തമാശകൾ എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഈ ചാനൽ. ഇന്ന് ടൊറൻറ്റോയിലെ ഒരു തണുപ്പുള്ള വീക്കെൻഡിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ടൊറൻറ്റോയിൽ എന്നും തണുപ്പ് തന്നെ അല്ലേ? വളരെ നല്ല ചോദ്യം. തണുപ്പിൽ തന്നെ കുറച്ചും കൂടി തണുപ്പുള്ള ഒരു വീക്കെൻഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷേ വൺ ഓഫ് ദ തണുപ്പസ്റ്റ് വീക്കെൻഡ്സ് ഓഫ് ദിസ് വിൻ്റർ ആയിരുന്നു നമ്മളീ പോയ വീക്കെൻഡ്. ഈ വിശാലമായി കിടക്കുന്ന ടൊറൻറ്റോ വാട്ടർ ഫ്രണ്ടിൽ ഞങ്ങളെയും പിന്നെ മുന്നിൽ കാണുന്ന 2-3 പേരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര തണുപ്പുള്ളൊരു ദിവസമാണെന്ന്. ഇവിടുത്തെ സിറ്റി ലൈഫും വലിയ ബിൽഡിങ്ങുകളും എല്ലാത്തിനും ഇടയിൽ വരുമ്പോൾ തന്നെ ഒരു പൊളി വൈബാണ്. ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഇത് ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാം തോന്നുന്ന കാര്യം തന്നെയാണ്. ടൊറൻറ്റോ വാട്ടർ ഫ്രണ്ട് പാർക്കുകളിൽ ഒന്നാണിത്, വൺ ഓഫ് ദ മെയിൻ വൺസ്. ഇതിപ്പോൾ കാണാൻ വലിയ മെനയൊന്നുമില്ല, മൊത്തം ബ്രൗൺ അടിച്ച് കിടക്കണമെങ്കിലും സമ്മറിൽ ഫുൾ പച്ചപ്പും ഊഷ്മളതയും ഹരിതാപകരവുമാണ് ഈ സ്ഥലം. എല്ലാവരുടെയും നല്ല ഫേവറേറ്റ് പിക്നിക് സ്പോട്ട് കൂടിയാണിത്. ഇതിന് അരികെ നിങ്ങൾ കാണുന്ന ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ടൊറൻറ്റോ ബില്ലി ബിഷപ്പ് എയർപോർട്ട്. ടൊറൻറ്റോന് 2 എയർപോർട്ട്, മെയിൻ പിയേഴ്സൺ എയർപോർട്ടും ഈ ചെറുതാണ് ബില്ലി ബിഷപ്പ് എയർപോർട്ട്. 1930s to 1940s നമ്മുടെ ടൊറൻറ്റോൻ്റെ മെയിൻ എയർപോർട്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റ്സിനും ചെറിയ US ഫ്ലൈറ്റ്സിനും എല്ലാം വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എയർപോർട്ടാണത്. വീണ്ടും നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു അത്ഭുത കാഴ്ച. ഈ തണുത്ത വെള്ളത്തിൽ ഒരു കൂസലില്ലാണ്ട് എന്ന് ലേക്കിനെ കൊണ്ട് പറയിപ്പിച്ച് സുഖമായിട്ട് ഐസ് ബക്കറ്റ് ചലഞ്ച് നടത്തുന്ന 2 സ്വാൻസ്. അങ്ങനെ നല്ലൊരു തണുത്ത കാറ്റടിച്ചപ്പോൾ നമ്മുടെ സ്വാനെണ്ണം തലയൊന്ന് ഫെദറിനിടയിലേക്ക് വെച്ചു. എന്നിട്ട് ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല എന്ന് പറയണ ഞങ്ങൾ കേട്ടു. സത്യം. കിടുകിടാ വിറയ്ക്കുന്ന ഈ തണുപ്പിൽ കുടുകുടു എന്ന് ഓടിപ്പോകുന്ന അഞ്ജുവിൻ്റെ ഓറോൻ്റെ മുന്നിൽ കാണുന്ന ഈ ക്രൂസസ്, ഇത് ഇപ്പോൾ പൊടി പിടിച്ച് കിടക്കുകയാണെങ്കിലും സമ്മർ നല്ല ഡിമാൻഡ് അതിന്. ഒരു $5,000 to $9,000 കനേഡിയൻ ഡോളേഴ്സ് കൊടുത്താൽ നിങ്ങൾക്കിത് പാർട്ടിക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ കോർപ്പറേറ്റ് ഇവൻറ്റ്സിനൊക്കെ ബുക്ക് ചെയ്യാം. അതേസമയം ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ വ്യൂ, ഇത് നല്ലൊരു ഐക്കോണിക് വ്യൂ ആണ്. വാട്ടർ ഫ്രണ്ടിൻ്റെ 2 ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ നമ്മുടെ CN ടവർ നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് സുപരിചിതമാണ്. എവിടെയാണെന്നല്ലേ? അതെ, 2 Countries എന്ന സിനിമയിൽ ഈ ഗാനരംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വാട്ടർ ഫ്രണ്ടിലാണ്.
ഈ കൊടും തണുപ്പിലും ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ പേര് സൈക്ലിംഗ് ചെയ്യുന്നത് വരെ കാണാം. അതേസമയം ഒരു 70-80 വയസ്സുള്ള മുത്തശ്ശന്മാരും ഈ തണുപ്പിൽ ജോഗ് ചെയ്ത് ഫിറ്റായിട്ടിരിക്കുന്നത് കാണാം. പൊളിയല്ലേ? അങ്ങനെ നടന്ന് വാട്ടർ ഫ്രണ്ട് അടുത്ത് തന്നെയുള്ള ഈ ബിൽഡിങ്ങുകൾ, ഇത് ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റ്സാണ്. നമ്മൾ ഓറോനെ മേടിച്ചപ്പോഴും ആദ്യം കൊണ്ടുവന്നത് ഈ അപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിവിടുത്തെ തൂണും തുരുമ്പും എല്ലാം നല്ല പരിചയമാണ്. അതിൻ്റെ എല്ലാത്തിനും സെൻറ്റ് അവന് കിട്ടും. അതുകൊണ്ട് ആൾ നല്ല എക്സൈറ്റഡ് ആണ്. ഇതവൻ്റെ സ്ഥലമായിരുന്നു. പറഞ്ഞ പോലെ ആളവൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്യുകയും ചെയ്തു. ഇനി നിങ്ങൾക്ക് വേറൊരു സാധനം ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഓർമ്മയില്ല? സൂക്ഷിച്ചു നോക്ക്. ഒരവനും ഓർമ്മയില്ല, മനസ്സിലായില്ല? ബുദ്ധി ഉപയോഗിക്കുക. സാറില്ല, നമുക്ക് നോക്കാം. അതെ, 2 കൺട്രീസിലെ സെയിം പാട്ടിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു രംഗം കൂടിയുണ്ട്. എനിക്ക് അഞ്ജുനും വളരെ ഇഷ്ടമുള്ളൊരു സിനിമയായിരുന്നു 2 കൺട്രീസ്. ിൽ നിന്ന് തണുത്ത് ഐസാകുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ചു ഇനി ഒരു ചൂട് കോഫി കുടിക്കാം. നമ്മളെപ്പോലെ ചെവി കവർ ചെയ്യാൻ ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് തണുത്ത ചെവി ചൂടാക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത്. നമ്മൾ പോയ വീക്കെൻഡ് ചൈനീസ് ലൂണാർ ന്യൂ ഇയറിൻ്റെ ടൈമായിരുന്നുകൊണ്ട് ഇവിടുത്തെ ഓഫീസ് ബിൽഡിംഗ് ലൂണാർ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ടൊറൻറ്റോ ഒരു മൾട്ടി കൾച്ചറൽ സിറ്റി ആയതുകൊണ്ട് എല്ലാ ഫെസ്റ്റിവൽസും ഇവിടുത്തെ ഓഫീസ് സ്പേസുകളിൽ ആഘോഷിക്കും. ലൂണാർ ന്യൂ ഇയറിന് ഫോട്ടോ എടുക്കാൻ വന്ന കുട്ടിയെ ചെറുതായി ഒന്ന് പേടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓറോന് ഇത്തിരി സമാധാനമായി. അപ്പോഴേക്കും മോസ്മോസിൽ നിന്ന് അഞ്ജു കോഫി പിക്ക് ചെയ്യാൻ പോയി. മോസ്മോസ് എന്ന ഒരു വാക്ക്, അതിൻ്റെ അർത്ഥം ഇതൊരു ഈസ്റ്റ് ആഫ്രിക്കൻ സ്വഹീലി എന്നൊരു ഭാഷയിൽ നിന്നാണ്. അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കട്ട് ദ നോയ്സ് ആൻഡ് സേവർ ദ മൊമെൻറ്റ് എന്നാണ്. എന്നുവെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ഡിസ്റ്റർബൻസുകളും മറ്റ് പ്രശ്നങ്ങളും എല്ലാം മാറ്റിവെച്ച് സമാധാനമായിട്ട് എൻജോയ് ചെയ്യുക, സ്ലോ ആയിട്ട്. അതാണ് അതിൻ്റെ മെസ്സേജ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു കോഫി എടുത്ത് സമാധാനമായിട്ട് എല്ലാം മറന്ന് കുടിക്കുക. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ചുരുക്കുന്നു. മോസിൻ്റെ കോഫിയും കുടിച്ച് ഞങ്ങൾ റിലാക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ മോസായിട്ട് ഞങ്ങളുടെ ഈ വ്ളോഗ് കണ്ടു തീർത്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് നിങ്ങൾക്ക്. I want to reach 1 million likes. So please subscribe. Okay, thank you.